എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 13 ശ്ലോകം 53, 54, 55, 56, 57 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മാവ് ഇങ്ങനെ കാണുകയാണ് ഭഗവാന്റെ അണിമ മഹിമ മുതലായിട്ടുള്ള അഷ്ടസിദ്ധികളും മായ മുതലായ ശക്തികളും ബ്രഹ്മാവ് മുതലായിട്ടുള്ള വിഭൂതികളും ഈ 24 തത്വങ്ങളും അവരുടെ സ്വരൂപം ധരിച്ചുകൊണ്ട് ചുറ്റും നിന്ന് ഉപാസിക്കുന്നതായിട്ട് അങ്ങനെ ഒരു അത്ഭുത ദൃശ്യം. ബ്രഹ്മാവ് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക. അതൊക്കെ കണ്ടിട്ട് അത്ഭുതങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ബ്രഹ്മാവിനെ ഒന്നും ഒരു പ്രതിമ പോലെ ആയിരുന്നാ പറയണത്. അത്രയും സ്തബ്ധനായിട്ട് പോണു. അടുത്ത ശ്ലോകങ്ങളിൽ അതൊക്കെ വർണ്ണിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 53. കാലസ്വഭാവ സംസ്കാര കാമകർമ്മ ഗുണാദിഭി സുമഹിമധ്വസ്തമഹിഭിർമൂർത്തിമൽഭി ഉപാസിതാഃ. ദിവ്യരൂപങ്ങൾ സ്വീകരിച്ചവയും വിഷ്ണുവിന്റെ മഹിമയ്ക്ക് കീഴടങ്ങുകയുമായ ആ കാലാദികളാൽ ചുറ്റും നിന്ന് ഉപാസിക്കപ്പെടുന്നതായിട്ടും കാലങ്ങള് ഭഗവാന്റെ ചുറ്റും നിന്നിങ്ങനെ ഭഗവാനെ ഉപാസിക്കണം. സൃഷ്ടിക്ക് ആദി കാരണം ഗുണങ്ങളാകുന്ന സ്വരൂപത്തോടു കൂടിയ പ്രകൃതിയുടെ ക്ഷോഭാണ്. അപ്പൊ ഗുണങ്ങളുടെ സാമ്യം നശിച്ച് ഒന്ന് മറ്റൊന്നിനെ ആക്രമിക്കുന്നതാണ് ക്ഷോഭം. ഈ ക്ഷോഭത്തിനുള്ള ആദി കാരണത്തെയാണ് കാലം എന്ന് പറയുന്നത്. അത് ഈ ഗുണങ്ങളെ ഓരോന്നും അതാതിന്റെ സ്വരൂപം വെടിഞ്ഞ് മറ്റൊന്നായി ഭവിക്കുന്നതിനാണ് പരിണാമം എന്ന് പേര്. ഈ പരിണാമത്തിന് ഹേതുവായിരിക്കുന്നതിനെ സ്വഭാവം എന്ന് പറയുന്നു. വാസനയെ ഉണർത്തുന്നതിന് കാരണമായിരിക്കുന്നത് ആണ് സംസ്കാരം. ലൗകികമായും വൈദികമായും ഇരിക്കുന്ന വ്യാപാരത്തെ കർമ്മം എന്ന് പറയുന്നു. സത്വം, രജസ്, തമസ് ഇത് മൂന്നാണ് ഗുണങ്ങൾ. ഇങ്ങനെ മുകളിൽ വിവരിച്ചവയ്ക്കെല്ലാം ഈശ്വരൻ ഓരോ ദിവ്യമൂർത്തി നൽകിയിട്ടുണ്ട്. ആരാണ് തങ്ങൾക്ക് ശക്തി നൽകിയിരിക്കുന്നത്? ആ സർവശക്തന്റെ ചുറ്റും നിന്ന് സ്തോത്ര നമസ്കാരാദികൾ കൊണ്ട് സേവിക്കണം ഇവരൊക്കെ. അപ്പൊ മഹാപ്രഭുവായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവരെ അണിമാദികളായ അഷ്ടസിദ്ധികള് അങ്ങോട്ട് ചെന്ന് ആശ്രയിക്കും എന്ന് ആണ് പറയുന്നതിന്റെ ആ സാരം. അതാണ് ഇതിന്റെയൊക്കെ സാരം. സത്യജ്ഞാനാനന്ദ ആനന്ദമാത്രൈകരസമൂർത്തയ അസ്പൃഷ്ട ഭൂരിമാഹാത്മ്യ അഭിഹ്യുപനിഷദൃശാം. സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം ഇത് മാത്രമായിട്ടും വിജാതീയ സംബന്ധശൂന്യമായും എപ്പോഴും ഒരേ വിധമായും ഇരിക്കുന്ന സ്വരൂപത്തെ ധരിച്ചും ഉപനിഷത്തുകളെ മുഴുവനും പഠിച്ച് അതിൽ നിന്ന് സിദ്ധിക്കുന്ന അറിവാകുന്ന നേത്രത്തെ ആശ്രയിച്ചിരിക്കുന്നവർക്കും അവർക്കും കൂടി നന്നായി അറിയാൻ കഴിയാത്ത അനേക മഹാത്മ്യത്തോടു കൂടിയ ശ്രീനാരായണ മൂർത്തികളെ ബ്രഹ്മാവ് കണ്ടു. ഇപ്പൊ ഈ സത്യജ്ഞാനാദികളുടെ സ്വരൂപത്തെ അറിയണു എന്നുള്ളതല്ലാതെ പരമജ്ഞാനികൾക്കും കൂടി പ്രത്യക്ഷമായിട്ട് കാണാനോ തൊടാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ ഇരിക്കെ ബ്രഹ്മാവ് കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഭക്തിയാഹമേകയാഗ്രാഹ്യ ഭക്തിയാ മാം അഭിജാനാതി യാവാൻ യച്ചാസ്മി തത്വത. ഭക്തി എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രം എന്റെ സ്വരൂപത്തെയും ഞാൻ എത്രമാത്രമായുള്ളവനാണ്, ഏതു വിധമായിട്ടുള്ളവനാണ് എന്നുള്ളതിനെ അറിയും എന്നുള്ള ആ ഭഗവാന്റെ വാക്യം, ഭഗവത് വാക്യപ്രകാരം ഭക്തനായിരിക്കുന്ന ബ്രഹ്മാവിന് ഭഗവാൻ തന്റെ ആ സത്യജ്ഞാന ആനന്ദ സ്വരൂപം മൂർത്തിമത്തായിട്ടാണ് കാട്ടിക്കൊടുത്തു. ബ്രഹ്മാവ് ഭഗവാന്റെ ഭക്തനാണല്ലോ. ബ്രഹ്മാവിന് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അതായത് തന്റെ ഭക്തനെ അനുഗ്രഹിക്കണം, മൂർത്തിമത്തുകളാക്കി കാണിച്ചു കൊടുത്ത് തന്റെ ഭക്തനെ അനുഗ്രഹിക്കണം എന്നുള്ള ഭഗവാന്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് കാണിച്ചു കൊടുത്തത്. പ്രത്യേകം ആ കരുണ കൊണ്ട് എന്ന് പറയുന്നു. ഏവം സകൃദർശാജ പരബ്രഹ്മാത്മനോഖിലാൻ യസ്യ ഭാസാ സർവമിദം വിഭാതി
സചരാചരം. ഏതൊന്നിന്റെ നാശരഹിതമായ മഹാപ്രഭ കൊണ്ട് ചരാചരാത്മകമായിരിക്കുന്ന ഈ കാണപ്പെടുന്ന സകല ലോകവും ഈ വിധം വിളങ്ങുന്നുവോ, ആ പരബ്രഹ്മസ്വരൂപമായിട്ട് ബ്രഹ്മാവ് ഗോക്കളെയും പശുപാല ബാലന്മാരെയും മറ്റു സകലത്തെയും ഒരേ കാലത്തിൽ തന്നെ കണ്ടു. തതോതികുതുകോൽവൃത്യ തിമിതൈകാദശേന്ദ്രിയ തദ്ധാംനാപൂജ് അജസ്തൂഷ്ണിം പൂർത്തിയേവ്യന്തീവ പുത്രിക. ഇങ്ങനെ വിഷ്ണുമായാ പ്രസരണം നിമിത്തം അനേക വൈഷ്ണവ സ്വരൂപങ്ങളെ ഇങ്ങനെ ഒന്നായിട്ട് കണ്ടപ്പോ അവരുടെ അത്യാശ്ചര്യകരമായ തേജോവിശേഷത്തെ കണ്ടതുകൊണ്ടുള്ള പരമമായ ആശ്ചര്യം കൊണ്ട് ആ ബ്രഹ്മാവിന്റെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ സ്തബ്ധനായിട്ട് അനങ്ങാൻ പോലും പറ്റാണ്ട് ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് ബ്രഹ്മാവ് ഇതൊക്കെ കണ്ടിട്ട്. ഇതീരീശേതർക്കേ നിജമഹിമനി സ്വപ്രമിതികേ പരത്രാജാതോ തന്നിരസനമുഖ ബ്രഹ്മകമിതൗ അനീശേപി ദ്രഷ്ടും കിമിദമിതി വാ മുഹ്യതി സതി ചച്ഛാദാജോ ജ്ഞാത്വാ സപദി പരമോജവനികാം. ഇങ്ങനെ ബ്രഹ്മാവ് ഇതെന്താണിത് ഒന്നും മനസ്സിലാവണില്ല ബ്രഹ്മാവിന്. അങ്ങനെ ബ്രഹ്മാവ് മോഹിതനായി എന്നാ പറഞ്ഞു. എന്തായി ബ്രഹ്മാവ് ഇങ്ങനെ മോഹിക്കാൻ കാരണം? മഹാവിഷ്ണുവിന്റെ മഹിമ മറ്റാർക്കുമില്ലാത്തതും അസാധാരണവുമായിരിക്കുന്നത് കൊണ്ട് ഇതെന്താണെന്ന് ഊഹിക്കാൻ പോലും ബ്രഹ്മാവിന് കഴിഞ്ഞില്ല. ബ്രഹ്മാവിന് പോലും അത് ഊഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ അല്ലെ? മായയിൽ നിന്ന് അതീതനായിരിക്കുന്ന വിഷ്ണുവിന്റെ മഹിമ മായയുടെ ഉള്ളിലകപ്പെട്ടിരിക്കുന്ന ബ്രഹ്മാവിന് ഊഹിക്കാൻ പോലും സാധിക്കുന്നതല്ല എന്നർത്ഥം. അനന്യസാധാരണ മഹിമയോടുകൂടിയ അനന്ത വൈഷ്ണവ സ്വരൂപങ്ങള് ഏകകാലത്തിൽ ഇങ്ങനെ ഒന്നായിട്ട് കണ്ടപ്പോ അതൊന്നും നോക്കാൻ പോലും ബ്രഹ്മാവിന് ശക്തി ഉണ്ടായില്ലാന്ന്. നോക്കാൻ കാണണ്ടേത് അതിനു പോലും ബ്രഹ്മാവ് ശക്തനായില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാ തന്റെ പ്രകാശവും പരമാനന്ദവുമാണ് വിഷ്ണുവിന്റെ സ്വരൂപം. സ്വപ്രകാശം. ഭഗവാന്റെ രൂപം എന്താ? ഭഗവാൻ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. പരമാനന്ദമാണ് ഭഗവാൻ തന്നെ സ്വരൂപം. അങ്ങനെയാണ്. അപ്പൊ ഭഗവാന്റെ ലേശം പ്രകാശം ഉള്ളതുകൊണ്ടാണ് ബ്രഹ്മാവ് തന്നെ പ്രകാശിക്കുന്നത്. അപ്പൊ പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആ ആനന്ദലേശത്താൽ ബ്രഹ്മാദി ദേവന്മാര് ആനന്ദികളായിട്ട് ഭവിക്കുകയാണ്. ആ കുറച്ച് ആനന്ദം അവർക്കൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവര് ആനന്ദികളായിട്ട് ഭവിക്കണം. ഇങ്ങനെ അപരിമിതമായ പ്രകാശവും അമേയമായ ആനന്ദവുമാകുന്ന സ്വരൂപത്തെ അപ്പൊ അവർക്ക് എങ്ങനെയാ നോക്കാൻ കഴിയുക? അവർക്ക് പറ്റില്ല. അതാണ് ബ്രഹ്മാദികൾക്ക് കൂടി ഊഹിക്കാനും കാണാനും കഴിയാത്തതും അപ്രാകൃതവുമായ ഈ സ്വരൂപം ഉണ്ടെന്ന് നിശ്ചയിക്കുന്നത് എങ്ങനെ എന്നുള്ള ആ ശങ്ക ഉണ്ടാവും. ബ്രഹ്മാവ് ചെയ്ത് എന്തൊരു അത്ഭുതം! ചിന്തിക്കാൻ പോലും ശക്തി ഉണ്ടായില്ല ബ്രഹ്മാവിന്. അതാണ് ഈ മരപ്പാവ കണക്ക് നിന്നു എന്ന് പറയുന്നത്. ഈ ശ്രുതിവാക്യങ്ങൾ കൊണ്ട് മാത്രം അറിയപ്പെടാൻ യോഗ്യനായ ഒരു ഭഗവാനെ ബ്രഹ്മാവ് എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഇങ്ങനെ ഊഹിക്കാനും കാണാനും സാധിക്കാതെ പരവശനായിരിക്കുന്നു ബ്രഹ്മാവ് എന്ന് ഭഗവാന് മനസ്സിലായി. കരുണാനിധിയായ ഭഗവാന് കുറച്ച് കരുണ ഏകം മായയെ താൻ തന്നെ അങ്ങോട്ട് പിൻവലിച്ചു. പെട്ടെന്ന് ഭഗവാൻ വിചാരിച്ചു, ലോകാഭിമാനിയായിരിക്കുന്ന ഇവൻ, ഈ ബ്രഹ്മാവ് എന്റെ സ്വപ്രകാശ ആനന്ദരൂപം നോക്കിക്കാണാൻ അശക്തനാണെന്ന് കരുതി താൻ പ്രയോഗിച്ച മായയെ മറച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.